നമസ്കാരം. ശബരിമല വനമേഖലയിൽ റാന്നി ഡിവിഷനിൽ ധാരാളം കണ്ടുവരുന്ന ഒരുതരം ചെടിയാണ് ഇത്. ഇതിൻ്റെ പേരെന്താണ് എന്ന് ഈ ഭാഗത്ത് അന്വേഷിച്ചപ്പോൾ മത്തിപ്പുളി എന്നാണ് ലോക്കലിൽ നാട്ടുകാർ ഇതിന് പറഞ്ഞ പേര്. ഇത് എന്താണ് അതിന് അത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കായ കണ്ടോ, ഇൻസൈഡ് ഒരു പച്ചക്കായാണ്, പുറംചട്ട ഒരു ചുമല പുഷ്പം മാതിരി ഇരിക്കും. ഈ പുറംചട്ടയ്ക്ക് ഒരു ചെറിയ പുളിയുണ്ട്. ഈ പുളി പണ്ട് കാലങ്ങളിൽ, പുറംചട്ടയിലെ പുളി എന്ന് പറഞ്ഞാൽ ഈ തോട്, പണ്ട് കാലങ്ങളിൽ മത്തി മീൻ്റെ കറി വെക്കാനായിട്ട് ഈ പ്രദേശക്കാർ ധാരാളം ഉപയോഗിച്ചിരുന്ന ഒരു കായാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇതിനെ മത്തിപ്പുളി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം. ഇത് ധാരാളം ഈ പ്രദേശങ്ങളിൽ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നാം നാഗപ്പാറ എന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ റാന്നി ഡിവിഷനിൽ ഉൾപ്പെടുന്ന വനം, നമ്മൾ നിൽക്കുന്നതും വനപ്രദേശം തന്നെയാണ്, എങ്കിലും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സൂര്യൻ അസ്തമിക്കാനൊരുങ്ങുകയാണ്. നാഗപ്പാറയുടെ പൂർണ്ണ ദൃശ്യങ്ങളാണ് ദീപം FIS ചാനലിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇതിൻ്റെ താഴെ അങ്ങൊരു താഴ്വരയുണ്ട്. ആ താന്ന താഴ്വരയിൽ കൊടും വേനൽക്കാലമാകുമ്പോൾ മൃഗങ്ങൾ എത്താറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നുണ്ട്. ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിലാണ് മൃഗങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത് എന്ന് സമീപവാസികൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന താഴ്വരയിൽ കുടിവെള്ളം കുടിക്കുവാനായി കൊടും വേനൽക്കാലമാകുമ്പോൾ മൃഗങ്ങൾ ധാരാളം എത്താറുണ്ടെന്നും, ഈ പ്രദേശത്ത് ചില സമയം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പാറയുടെ മുകളിൽ മൃഗങ്ങൾ, കരടി, കാട്ടുപന്നി, കടുവ തുടങ്ങിയ മൃഗങ്ങൾ എത്താറുണ്ടെന്ന് സമീപവാസികൾ അറിയിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ഒഴിവ് ദിവസമായതിനാൽ ധാരാളം വിസിറ്റേഴ്സ് ഈ നാഗപ്പാറ വനമേഖല സന്ദർശിക്കാൻ എത്താറുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. തൊട്ട് അടുത്ത് തന്നെ മറ്റൊരു വീഡിയോ നാഗപ്പാറയിൽ നിന്നും സൂര്യാസ്തമനം നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.